മലപ്പുറത്തിന്റെ വിവരങ്ങളുമായി അരുൺ അമൃതനാഥുണ്ട്. അരുൺ, ഇതുവരെ സംസ്ഥാനത്ത് 19 മണ്ഡലങ്ങളിലും 50% കൂടുതൽ പോളിംഗ് നടന്നപ്പോൾ പൊന്നാനിയിൽ മാത്രമാണ് 50% താഴെ വോട്ടിംഗ് ഇപ്പോൾ നടക്കുന്നത്. 70% എന്തായാലും പൊന്നാനിയിൽ ഉണ്ടാവും എന്ന് ഞാൻ ഇവർക്ക് വാക്കുകൊടുത്തു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നേരത്തെ അഭിലാഷേട്ടൻ അത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു ആശങ്കയുണ്ടായിരുന്നു, ഇനി 70 എത്തുമോ എന്നൊരു ആശങ്ക. ആ ഗതിയിൽ തന്നെയാണ് ഇപ്പോഴും പോളിംഗ് എന്നുള്ളത് തന്നെയാണ് വസ്തുത. മന്ദഗതിയിൽ തന്നെയാണ് പൊന്നാനിയിലെ പോളിംഗ്. അതെ മാധവ്, പൊന്നാനിയിലെ ഒരു പോളിംഗ് അതേ മന്ദഗതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഒരു 48% മാത്രമേ പൊന്നാനിയിലെ പോളിംഗ് ആയുള്ളൂ. രാവിലെ ഒരു വോട്ടർമാരുടെ നീണ്ട നിര തന്നെ നമ്മൾ കണ്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് മന്ദഗതിയിലാകുന്ന സാഹചര്യം. അവിടെ നിന്ന് തന്നെ ഒരു പരാതികൾ പലപ്പോഴും പല മേഖലകളിൽ നിന്നും ഉയർന്നിരുന്നു. ഇപ്പോൾ നരിപ്പറമ്പ് പോലുള്ള സ്ഥലത്ത് 3 തവണ ഉച്ചയ്ക്ക് ശേഷവും വോട്ടിംഗ് തടസ്സപ്പെട്ടതായി, വോട്ടിംഗ് മന്ദഗതിയിലാകുന്ന പരാതി വോട്ടർമാർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഒരു ഭാഗത്ത് എന്തായാലും ഉണ്ട്. മലപ്പുറത്തേത് ഭേദപ്പെട്ട പോളിംഗ് ആണ്, 50-ന് മുകളിൽ കടന്നിരിക്കുന്നു. അത് കഴിഞ്ഞ തവണത്തെ 75% എന്ന മാർക്കിലേക്ക് എത്താവുന്ന തരത്തിലുള്ളതാണ് എന്നത് എന്തായാലും നിലവിലെ കണക്കനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ പൊന്നാനിയിൽ ഇപ്പോഴും അതേ ഒരു ആശങ്ക തുടരുന്നുണ്ട്. ഒരു 70-നേക്ക് അടുത്തുമോ ഇല്ലയോ എന്ന രീതിയിൽ ആ മന്ദഗതി തന്നെയാണ് നമ്മളെ എന്തായാലും ആശങ്കയിലാക്കുന്നത്. നേരത്തെ കഴിഞ്ഞ മണിക്കൂർ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം വോട്ട് ബഹിഷ്കരിച്ചുകൊണ്ടായിരിക്കുമോ അത് ഈ വോട്ടർമാർ അറിയിക്കുകയായിരിക്കും. മുസ്ലിം ലീഗുകാരനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഇടതുമുന്നണി പ്രവർത്തകർക്ക് അസംതൃപ്തി ഉണ്ടോ? ഇത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി അല്ല എന്ന് തോന്നലുണ്ടോ? അതോ ഇനി സമസ്ത വിഷയത്തിൽ, അതായത് സമസ്ത ഒരു നിലപാട് പറയുന്നു, അല്ലെങ്കിൽ സമസ്തയിലെ ഒരു വിഭാഗം ഒരു നിലപാട് എടുക്കുമ്പോൾ എന്നാ പിന്നെ വോട്ട് ചെയ്യാൻ ആ തരത്തിൽ എന്തെങ്കിലും ഒരു ഘടകം ഇക്കാര്യത്തിൽ പറയാനുണ്ടോ? എന്തായാലും ഈ ഒരു പോളിംഗ് കുറയുമ്പോൾ നമ്മുടെ ചോദ്യം എന്തായാലും പോകുന്നത് ആ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് തന്നെയാണ്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഈ സമസ്തയുടെ ഉൾപ്പെടെയുള്ള നിലപാട് പ്രധാനം തന്നെയാണ്. സമസ്ത വിരുദ്ധ ഘടകം ഒരു 10% ആണെങ്കിൽ പോലും അത് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒരു വലിയ നമ്പർ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ LDFന് പോലും വോട്ട് ചെയ്യാൻ മടിക്കുന്നവർ ഉണ്ടാകാം. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അവർ വോട്ട് ബഹിഷ്കരിച്ചുകൊണ്ട് ആയിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു പ്രതികാരം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവരുടെ നിലപാട് അറിയിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയാക്കുന്ന തരത്തിൽ ഈ പോളിംഗ് നീങ്ങും എന്നുള്ളത് തന്നെയാണ്. അതെന്തായാലും ഈ ഒരു പോളിംഗ് അവസാനത്തിലേക്ക് എത്തുമ്പോഴേ നമുക്കൊരു ശേഷം എന്നാണ് അഭിലാഷ് നമ്മോട് ബെറ്റ് എന്ന പോലെ പറഞ്ഞിരിക്കുന്നത്. 70+. അതെ, 4 മണി കഴിഞ്ഞിട്ട് 15 മിനിറ്റേ ഉള്ളൂ. പക്ഷേ വലിയ പോസിറ്റീവ് ഘടകങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. ഈ കണക്കുമായി